കണ്ണൂർ ചെറുകുന്നത്തെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട പുതിയ വിവരം ലഭ്യമാണ്. മരിച്ചവരിൽ 2 പേരെ തിരിച്ചറിഞ്ഞു. കോഴിക്കോട് കൃപാലയം ഗൈഡൻസ് ഹോസ്റ്റലിൽ പോയി വരും വഴിയാണ് ഈ അപകടം നടന്നത്. കാസർഗോഡ് ഭീമനടി സ്വദേശികളായ സുധാകരൻ 49 വയസ്സ്, പത്മകുമാർ 59 വയസ്സ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. മരിച്ചവരിൽ 9 വയസ്സുള്ള കുട്ടി ഉണ്ടെന്നുള്ള വിവരവും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സജോ, മരിച്ചവരിൽ 2 പേരെ തിരിച്ചറിയാനായി ഒരു കുട്ടിയും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ അപകടത്തിൽ മരിച്ചത് എന്നത് വ്യക്തമായിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശികളാണ്. കാസർഗോഡ് ഭീമനടി കാലിച്ചാനടുക്കം സ്വദേശി KN പത്മകുമാർ, C സുധാകരൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. ഒപ്പം 9 വയസ്സുള്ള ഒരു കുട്ടിയും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. 3 പുരുഷന്മാരും ഒരു സ്ത്രീയും ഒരു കുട്ടിയും എന്നിങ്ങനെയാണ് അപകടത്തിൽ മരിച്ചവർ. ഇവർ കോഴിക്കോട് കൃപാലയം, അതൊരു ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിൽ കുട്ടിയെ കണ്ട് തിരികെ മടങ്ങുകയായിരുന്നു. കോഴിക്കോട് നിന്ന് കാസർഗോഡേക്ക് മടങ്ങുകയായിരുന്നു. അതിനിടെയാണ് കണ്ണൂർ ചെറുകുന്ന് പുന്നച്ചേരിയിൽ വെച്ച് ദേശീയപാത, കണ്ണപുരത്തിനടുത്ത് ദേശീയപാതയിൽ വെച്ച് ഇവർ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറ് ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഏതാണ്ട് അരമണിക്കൂറോളം പണിപ്പെട്ടാണ് വാഹനത്തിൽ കാറിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെടുത്തത്. അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. 5 പേരുടെയും മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വാഹനത്തിനകത്തുണ്ടായിരുന്ന കുട്ടിയുടെ കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അതാണ് മറ്റ് പേരുവിവരങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തി പേരുവിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരാനുള്ളത് കൊണ്ടാണ് ആ പേരുവിവരങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിടാത്തത്. ക്രിസ്റ്റീന, സജോ, അതുപോലെ തന്നെ അപകടത്തിന്റെ കാരണം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടോ? കൃഷ്ണ, പോലീസിൽ നിന്ന് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ലോറി അമിത വേഗതയിലായിരുന്നു. മറ്റൊന്നൊരു ചെറിയ പാത കൂടിയാണ്. ഒപ്പം ഈ ഡ്രൈവർ അടക്കം ഉറങ്ങിപ്പോയതാകാം എന്നൊരു പ്രാഥമികമായ നിഗമനം കൂടിയുണ്ട്. ഇക്കാര്യത്തിലടക്കം വിശദമായ പരിശോധനകളിലേക്ക് പോലീസ് കടന്നിട്ടേ ഉള്ളൂ. പക്ഷേ ലോറി അമിത വേഗതയിലായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതും അപകടത്തിലേക്ക് നയിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രാഥമികമായ നിഗമനം. ഒപ്പം വലിയ ഒരു ആഘാതമായിരുന്നു. കാരണം ഈ കാർ പൂർണ്ണമായും തകർന്നു. കാർ യാത്രികരെല്ലാം അതിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. നാട്ടുകാരൊക്കെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും ആ ഘട്ടത്തിൽ സാധ്യമായില്ല. പിന്നീട് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ എത്തി കാറിന്റെ ഒരു ഭാഗം തകർത്താണ് കാറിൽ കുടുങ്ങിയ കാർ യാത്രികരെ പുറത്തേക്ക് എടുത്തത്. അപ്പോഴേക്കും എല്ലാവരുടെയും ജീവൻ നഷ്ടമായിരുന്നു. അമിത വേഗതയും മറ്റുമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നത് വ്യക്തമാണ്. ഒപ്പം മറ്റു കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുകയുമാണ്. ലോറി ഡ്രൈവറെയും അടക്കം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.